എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇച്ചിരി ശക്തി ഏറി കേട്ടോ, കാരണം ഇന്ന് ഒരു അടിപൊളി മീൻ പൊള്ളിച്ചതൊക്കെ ആയിട്ട് വരുന്നതുകൊണ്ട് ഇച്ചിരി ശക്തിയായിട്ട് പറയാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയുക, കരിമീനൊന്നും അല്ല കേട്ടോ, കണ്ട വിചാരിക്കും കരിമീനൊക്കെ ആണെന്ന് തോന്നുമെങ്കിലും ഇത് ഞാൻ ആവോലിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അടിപൊളിയായിട്ട് ആവോലി നമുക്ക് വാഴയിലൊക്കെ പൊള്ളിച്ച് ഇങ്ങനെ എടുക്കാം. ഞാൻ ചിലപ്പോൾ കരിമീൻ എന്നൊക്കെ അറിയാണ്ട് പറഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചിലപ്പോൾ ക്ഷമിച്ചേക്കണേ, കാരണം ഈ ആവോലി അങ്ങനെ നമ്മൾ വാങ്ങാറില്ലായിരുന്നു. സാറിന് ചിലപ്പോൾ വല്ലപ്പോഴും കരിമീൻ കിട്ടുവാണെങ്കിൽ വാങ്ങുമായിരുന്നു. അപ്പം ഇന്ന് ചെയ്തേക്കുന്ന ആവോലി, അപ്പോൾ ഈ മീൻ കാണുമ്പോൾ എനിക്ക് കരിമീൻ ഓർമ്മ വരുന്നത്. അപ്പോൾ അഥവാ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനിടയിൽ എൻ്റെ വായിൽ നിന്ന് കരിമീൻ എങ്ങാനും വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കുക. ഇതിൻ്റെ പേര് ആവോലി എന്ന് തന്നെയാണ്. അപ്പം ഞാൻ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, നമുക്ക് വാഴയിലെ സുന്ദരമായിട്ട് നമുക്ക് മീനൊക്കെ പൊള്ളിച്ചുകൊണ്ട് വരാം. നമുക്ക് വീഡിയോയിലൂടെ കിടക്കാം. ഈ മീൻ പൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വേണം. അപ്പം മീൻ ഇവിടെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, അത് അവിടെ ഇരുന്നോട്ടെ. അപ്പം മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ നമുക്കിനി വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി, എനിക്ക് തോന്നുന്നു ഒരു 250 ഗ്രാമോളം ഉണ്ടെന്ന് തോന്നുന്നു, അത്രയൊന്നും അറിയില്ല, ഇത്രയുണ്ട്, കാണുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഇത്രയും ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കറിവേപ്പിലയുണ്ട്, പിന്നെ വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ കൊത്തി അരിഞ്ഞത് ഇത്ര എടുത്തിട്ടുണ്ട്. ഒരു 2 വലിയ തക്കാളി എടുത്തു, ഒരു 3 വലിയ പച്ചമുളക് എടുത്തു, പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കടുക് എടുത്തു. പിന്നെ നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പും വെളിച്ചെണ്ണയുമാണേ. അപ്പം നമുക്കിനി ഈ മസാല ഉണ്ടാക്കാം ആദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചു, കത്തിക്കാൻ പോവാണ്. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ആദ്യം കത്തിയില്ല, ചിലപ്പോൾ ഇങ്ങനെ കേട്ടോ, കത്താൻ വലിയ പാടാണ്. അപ്പോൾ അതായിട്ട് ഞാൻ പാൻ ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കടുകിടാം. അപ്പോൾ കടുകിനെ നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുകെല്ലാം പൊട്ടിയല്ലോ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കറിവേപ്പില ഇട്ടു. അപ്പോൾ കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട്, കറിവേപ്പില പിന്നെ പെട്ടെന്നാണല്ലോ വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ വാടുന്നത്. ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പോൾ പച്ചമണം മാറിയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ പച്ചമുളക്, ഒരു 3 പച്ചമുളകുണ്ട് എൻ്റെ, അതും ഇട്ടു. ഇനി നമുക്കിതിലേക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഇട്ട് കൊടുത്തു ഞാൻ. എന്നിട്ട് ചെറിയ ഉള്ളി പാത്രത്തിൽ ബാക്കിയുണ്ട് കേട്ടോ, അപ്പോൾ അതും കൂടെ ഞാനൊന്ന് തൂത്തെടുക്കട്ടെ. അതും കൂടെ തൂത്തെടുത്ത് ഞാൻ അതിലേക്ക് ഇട്ടു. അപ്പോൾ എല്ലാം കൂടെ എടുത്ത് ഞാൻ അതിനകത്തോട്ട് ഇട്ടു. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ഒരുവിധം നന്നായിട്ട് വഴറ്റി കൊണ്ടുവരാം. അതെ, എൻ്റെ ഈ ചെറിയ പാത്രം ആയതുകൊണ്ട് കൈ പിടിച്ചാൽ മാത്രമേ എനിക്കിത് വഴറ്റിയെടുക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പാത്രം ഇങ്ങനെ ഇരുന്ന് അനങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഈ ക്യാമറ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിനെ ഒന്ന് ഒരുവിധം നന്നായിട്ടൊന്ന് വഴറ്റി കൊണ്ടുവരാവേ. അപ്പോൾ വേണ്ടേ, ചെറിയ ഉള്ളിയെ ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ മുളക് പൊടി ഇടുകയാണ്. കാശ്മീരി ചില്ലിപ്പൊടിയാണേ, ഞാൻ ഈ ഇടുന്ന പൊടിയെല്ലാം കാശ്മീരി ചില്ലിപ്പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് എരിവ് ഉണ്ടാവില്ല, അധികം എരിവ് ഉണ്ടാവില്ല, പിന്നെ നല്ല രുചിയുണ്ടാവും, പിന്നെ നല്ല കളറും ഉണ്ടാവും. അപ്പം ഞാൻ ഒരു വലിയ സ്പൂണിന് തന്നെ ഇട്ടു എന്ന് പറയാം. എൻ്റെ ഇത് ഞാൻ പറയാം, ഇതിനകത്തുള്ള പ്ലാസ്റ്റിക് സ്പൂൺ എന്ന് പറഞ്ഞാൽ ചെറുതാണ്. അപ്പോൾ വലിയൊരു സ്പൂണിന്, അപ്പോൾ അതിൽ 2 സ്പൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ വലിയ സ്പൂണിന് 1 സ്പൂണായിട്ട് തന്നെ കണക്ക് കൂട്ടാം. അപ്പം കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാനിനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഇത്രയും കുരുമുളക് പൊടിയും കൂടി ഇട്ടു. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ തക്കാളിയും കൂടി ഇടാം. ഇട്ട് നന്നായിട്ട് ഇതിനെ വഴറ്റി യോജിപ്പിച്ചിട്ട് വരാം. അപ്പോൾ മസാല റെഡി ആവുന്ന സമയം കൊണ്ട് ഞാൻ മീനിനെ ഫ്രിഡ്ജിനകത്ത് എടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് ഹാഫ് ഫ്രൈ ചെയ്യാം. ഹാഫ് മതിയേ. അപ്പോൾ ഞാൻ ഒരു പാൻ എടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എൻ്റെ ഈ പാനിന് ഒരു പ്രശ്നമുണ്ട് കേട്ടോ, അതിൻ്റെ നടുക്ക് ഭാഗം കണ്ടോ ഉയർന്നിരിക്കുന്നത്. ഞാൻ വാങ്ങിച്ച പുതിയ പാനായിരുന്നു, പക്ഷേ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഈ പാനിന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാനൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ എടുക്കണം കേട്ടോ. നോൾട്ടയുടെ പാനാണ്, പക്ഷേ സെൻട്രൽ ഭാഗത്ത് വെളിച്ചെണ്ണ ചെല്ലുന്നില്ല, സൈഡിലേക്ക് ഒഴുകിപ്പോവും. അപ്പോൾ മധ്യഭാഗം ഉയർന്നിരിക്കുന്നതുകൊണ്ടില്ലയോ.
അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് ഞാനിതിലേക്ക് ഈ എടുത്ത് വച്ചിരിക്കുന്ന നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ആ മീനെ എടുത്ത് ഞാൻ ഇതിലേക്ക് ഇട്ടു. നല്ല ഭംഗിയുണ്ടല്ലേ മീൻ കിടക്കുന്ന കാണാനായിട്ട്. അപ്പോൾ അത് നല്ലപോലെ ഫ്രൈ ചെയ്യേണ്ട, ഒരു ഹാഫായിട്ട് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ അതിനെ ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ട് വരാം. അപ്പം തന്നെ എൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അപ്പോൾ എനിക്ക് ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ഇത്തിരി ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് ഞാൻ മസാലയെ മാറ്റി വെക്കുക. അപ്പോൾ തന്നെ ഞാൻ ഹാഫ് ഫ്രൈ ആയപ്പോൾ ഞാൻ അതിനെ എടുത്ത് മാറ്റുക ചെയ്യുന്നത് കേട്ടോ. തിരിച്ച് മറിച്ച് വിട്ട് അത് ചാടിപ്പോവും കേട്ടോ. കണ്ടേ, ഞാൻ ഹാഫ് ഫ്രൈ ആയപ്പോൾ ഞാൻ ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഞാൻ മസാലയൊക്കെ റെഡിയാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ 2 മീൻ ഹാഫ് ഫ്രൈ ആയിട്ട് പൊള്ളിച്ചെടുത്തു. ഞാൻ ഇനി ഇതിനെ കൂടെ ഒന്ന് പൊള്ളിച്ചെടുത്തിട്ട് അടുത്ത ഒരു മീനെ കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇതിനെ കൂടെ ഒന്ന് ഹാഫ് മതി കേട്ടോ. മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുക്കണ്ട, നമുക്ക് വാഴയിൽ പൊളിഞ്ഞ് വെക്കേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇതും കൂടെ ഞാനൊന്ന് തിരിച്ച് മറിച്ച് ഇട്ട് ഒന്ന് ആദ്യം ചെയ്ത പോലെ ചെയ്തെടുക്കാം. അപ്പോൾ വേണ്ടേ, ഞാൻ വാഴയില ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. കാരണം ഇല്ലെങ്കിൽ വാഴയില പൊട്ടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് മസാല വാഴയിലേക്ക് ഇടുക ചെയ്യുന്നത്. ഞാൻ 2 എണ്ണം ഓൾറെഡി പൊതിഞ്ഞ് വെച്ച് കേട്ടോ. എന്നിട്ട് പൊതിഞ്ഞ് ഞാൻ റെഡിയാക്കി വെച്ച്. അപ്പോൾ ഞാൻ ഏതാണ്ട് ഇത് എടുത്തിട്ട് നന്നായിട്ട് പുരട്ടി വെച്ചു. എന്നിട്ട് ഞാനിനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ആ കരിമീനെയും കൂടി എടുത്തങ്ങ് വെക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ബാക്കി മസാലയും കൂടി മസാല കൊണ്ട് ഞാൻ ഇതിനെ അങ്ങ് കവർ ചെയ്തു. പിന്നെ ഇതാ എണ്ണയിൽ ഫ്രൈങ് പാനിലെ എണ്ണയിലൂടെ ഒക്കെ ഇരുന്ന് അങ്ങോട്ട് അപ്പോൾ മസാലയെല്ലാം പുരട്ടി ഒക്കെ ആയിട്ടുണ്ടേ. അപ്പോൾ ഇനി ഇതിനെ ഞാൻ പൊതിയുക. പൊതിയുമ്പോൾ ശ്രദ്ധിച്ചോണം, ഇതെല്ലാം കറക്റ്റായിട്ട് ഇരിക്കണം കേട്ടോ. വാലൊക്കെ ഒടിഞ്ഞു മടങ്ങിയൊന്നും പോകരുത്. അപ്പോൾ ഇതിനെ ഞാനൊരു വാഴയില വെച്ച് പൊതിയട്ടെ, ഒരു വള്ളി വെച്ച് കെട്ടട്ടെ. അപ്പോൾ വേണ്ടേ, അതാണ്ട് ഇങ്ങനെ വേണം കേട്ടോ. മീനിൻ്റെ വാലൊന്നും മടങ്ങി ഒടിഞ്ഞൊന്നും പോവല്ല, കാരണം നന്നായിട്ട് ഇരുന്ന് അത് ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടണ്ടേ. അപ്പോൾ ഞാൻ വേണ്ട ഇതിനെ ഒരു വാഴയുടെ തന്നെ വള്ളി വെച്ചിട്ട് വേണ്ടേ ഞാനിങ്ങനെ കെട്ടിയെടുക്കുക. അതാകുമ്പോൾ അങ്ങനെ ഇരുന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്യുമ്പം അപ്പോൾ അതേ ഞാനിങ്ങനെ പൊഞ്ഞ് വെച്ചുവല്ലോ. അപ്പോൾ ഇനി ഇതിനെ ഫ്രൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതെൻ്റെ 2 സൈഡിൽ വെച്ചിട്ട് ഞാൻ ആ കരിമീനെ, ഇതെൻ്റെ പഴയ ഫ്രൈയിങ് പാനാണ്, ആർക്കൊന്നും തോന്നല്ലേ കണ്ട. അതുകൊണ്ടാണ് അകമൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കോട്ടിങ്ങൊക്കെ പോയിരിക്കുന്നത്. പഴയെന്ന് വെച്ചാൽ കുറേ നാളുകൊണ്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് മാറ്റണം. ഇത് ഇങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് എനിക്കറിയാം. കാരണം ഇങ്ങനെ കോട്ടിങ് ഇളകി കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് പൊതുവേ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വിരിക്കുന്നു ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി വാങ്ങാനോ. അതാകുമ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ ഇനി എടുത്ത് ഒന്ന് മാറ്റാൻ പോവാം. ഇത് 2 സൈഡിലും അപ്പുറം ഇപ്പുറം ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താണേ. കുറേ സമയം ഇട്ടു, ഒരു 10-15 മിനിറ്റ് ഇത് 2 സൈഡിൽ ഇട്ടു. അപ്പോൾ ഇനി ഞാൻ ഇതിനെ മാറ്റിയിട്ട് അടുത്തെടുത്ത് ഇടാൻ പോവാം. അപ്പോൾ ഞാൻ അടുത്തൊരു പാനിൽ, എൻ്റെ പുതിയ പാനിൽ ഞാൻ ഇത് അടുത്തൊരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു, അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനെയും ഞാൻ മാറ്റി വെക്കുകയാണ്. അപ്പോൾ തന്നെ അത് വീണ്ടും തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡിലും കുറേ നേരം ഇട്ടിട്ട് ഞാൻ ഇത് റെഡി ആയി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് കാണാം. അപ്പോൾ ഇതിനെ ഞാൻ മറ്റു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതേണ്ടേ കണ്ടല്ലോ, അതാണ്ട് ഇത് ഓപ്പൺ ചെയ്തപ്പം നമുക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ എടുത്ത് കഴിച്ച് നോക്കാം കേട്ടോ. നല്ല ചൂടുണ്ടേ, കൈ പൊള്ളുന്നു. അതിനും കൊതി മുമ്പിൽ നിൽക്കുകയും ചെയ്യുന്നു. വായിക്കൂടെ ആണെങ്കിൽ വെള്ളം വരികയും ചെയ്യുന്നു. അല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വാഴയിൽ പൊള്ളിക്കുന്ന മീനിനൊരു പ്രത്യേക രുചിയാണേ. മറന്നു പോയത് കേട്ടോ. എൻ്റെ ഈ വീഡിയോ കണ്ടല്ലോ, സൂപ്പറാണ് കേട്ടോ, സൂപ്പർ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എല്ലാവരും അതൊക്കെ ചെയ്യണേ. അപ്പം വീണ്ടും ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവരോടും ടാറ്റാ.